മതഭരണം എന്ന് പറയുന്നത് ലോകത്തെവിടെയും നടന്നാലും, അതിനി ഇന്ത്യ നടന്നാൽ പോലും അത് ഇന്ത്യയുടെ ആപത്തിലോട്ട് കൊണ്ടുപോകും. കാരണം മതഭരണം എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെ നടന്നാലും അത് നാശത്തിലേക്കാണ് പോകുന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഈ പറയുന്ന ഇറാൻ. നിക്കോളാസ് മഡുറോയ്, അതായത് വെനസ്വേല കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അവിടെ ഇഷ്ടം പോലെ ഓയിൽ റിച്ച് ഉണ്ട്, ഗ്യാസ് റിച്ച് ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്, നല്ല പ്രകൃതിയുണ്ട്, നല്ല കൃഷി ചെയ്യാം, ജനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അത് രക്ഷപ്പെടാൻ കമ്മ്യൂണിസം? ഇതാണ് ഒരിടത്ത് മതഭരണം നടന്നു, മറ്റൊരിടത്ത് കമ്മ്യൂണിസം നടന്നു. ഈ പറയുന്ന സാമ്പത്തിക സ്രോതസ്സുകളൊന്നും ഉപയോഗിക്കാൻ സാധിച്ചില്ല. ഇതായതിൻ്റെ കാര്യം. കാരണം ആ സ്ട്രിക്ട്നെസ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഭരണം നിലനിർത്തുവാൻ വേണ്ടി ഏറ്റവും മോശമായിട്ട് പെരുമാറും. ഇതൊന്ന് തെളിവാണ്. ലോകത്തിലെ ഏറ്റവും ഗ്യാസ് റിച്ചും ഓയിൽ റിച്ചുമാണ് വെനസ്വേല. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ സംഭവമാണ് ഇറാൻ. ഈ രണ്ട് രാജ്യത്തെ സ്ഥിതികൾ ആലോചിച്ച് നോക്ക്. ഇതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ, അതായത് ഇറാന് ചുറ്റുമുള്ള രാജ്യങ്ങൾ, സൗദി, UAE, ബഹ്റിൻ, ഒമാൻ, കുവൈറ്റ്, ഈ രാജ്യങ്ങളെടുത്ത് നോക്കുക എന്തോ സംഭവിച്ചു. അതേപോലെ തന്നെ വെനസ്വേലയുടെ ചുറ്റുമടുത്തുള്ള രാജ്യങ്ങൾ, എൽസാൽവഡോർ ആണെങ്കിൽ മറ്റുള്ള പല രാജ്യങ്ങളും എടുത്തു നോക്കുക. അവിടെ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ഉണ്ടാകുന്നില്ല. ഇതാണ് ഈ മതഭരണത്തിൻ്റെ ഏറ്റവും മോശമായ വശമെന്ന് പറയുന്നത്. പിന്നീട് ഒരു 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 റവല്യൂഷൻ, ഒരു ജനറേഷനൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ ജനറേഷനകത്തുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞു, ഇറാൻ്റെ അകത്ത് ഇത്രയും പ്രതിഷേധം മുന്നോട്ട് പോകാനുണ്ടായ കാരണം അവിടെ വലിയ രീതിയിലുള്ള ക്രിസ്ത്യൻ കൺവേർഷൻ നടന്നു. കാരണം ഇസ്ലാമിക് റിജീമിൻ്റെ അകത്ത് ഇസ്ലാമിലുള്ള വിശ്വാസികൾ ഒരു കാരണവശാലും അവരുടെ മതപരമായ ഭരണത്തെ എതിർത്ത് തെരുവിൽ വരുത്തില്ല, 100% വരുത്തില്ല. പക്ഷേ ഇവിടെ ഈ സംഭവം ഉണ്ടായത് അവിടെ ഏകദേശം ഒരു 12-13% ക്രിസ്ത്യാനികളായി.